ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു പഴയ തറവാട് വീടാണ്. മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം രാവിലെ ദേവനന്ദനെ അവസാനം നോക്ക് കാണാൻ ദേവനന്ദൻ്റെ ഭൗതികദേഹം വരുന്നതും കാത്തിരിപ്പായിരുന്നു. എങ്ങനെ ആ വാർത്ത അവർ ഉൾക്കൊള്ളുമെന്ന കാര്യത്തിൽ നമുക്ക് ആലോചിക്കുന്നതിൽ പരിമിതിയുണ്ട്. ഒരു ഡോക്ടറാകാൻ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി പോകുമ്പോൾ വലിയ അഭിമാനത്തോടെ, വലിയ പ്രതീക്ഷയോടെ, അത് ആ കുടുംബത്തിന് മാത്രമല്ല, ആ പരിസരത്തിന് മാത്രമല്ല, ആ മേഖലയ്ക്ക് മുഴുവൻ ഒരു അഭിമാനം എന്ന രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. MBBS പഠിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയുന്നത് അല്പം അഭിമാനത്തോടെ, അങ്ങേയറ്റം സന്തോഷത്തോടെയാണ്. അങ്ങനെ ഏറെ സന്തോഷത്തോടെ ഒരു 2 മാസം മുമ്പ് മാത്രമാണ് ഈ ദേവനന്ദൻ അടക്കമുള്ളവർ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി വണ്ടൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയത്. പക്ഷേ പാതിയിൽ ആ പഠനം ഒന്ന് തുടങ്ങിയതേയുള്ളൂ. അവരുടെ സ്വപ്നങ്ങൾക്കൊന്ന് ചിറക് വിരിച്ച് വന്നതേയുള്ളൂ. അപ്പോഴേക്കും വിധി അവരെ എല്ലാത്തിൽ നിന്നും പിന്മാറ്റുന്നു. അവരിനിയില്ല എന്ന സത്യം പതിയെ പതിയെ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരുന്നു. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഒരു ചെറിയ ഗ്രാമപ്രദേശമാണെന്ന് മനസ്സിലാക്കുന്നു. ആ നാടിൻ്റെ അഭിമാനമായി മാറിയ, അവർ വലിയ പ്രതീക്ഷകൾ പുലർത്തിയിരുന്ന ദേവനന്ദൻ ഇനിയില്ലെന്ന വാർത്ത അവർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാനാകുമെന്ന്? ഒരു വല്ലാത്ത രാത്രിയായിരുന്നു ഇന്നലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. 9:30 സമയത്തോടു കൂടി ഒരു 7 സീറ്റർ കാർ KSRTC ബസ്സിലിടിച്ച് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്ത വന്നപ്പോൾ ആദ്യമേ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്നുള്ളതാണ്. പക്ഷേ 3 പേർ തൽക്ഷണം മരിക്കുന്നു. പിന്നീട് ചികിത്സയിലിരിക്കെ 2 പേർ മരിക്കുന്നു. അങ്ങനെ 5 പേരുടെ വല്ലാത്തൊരു മരണവാർത്ത നമ്മെ ഏറെ അലോസരപ്പെടുത്തുന്നു. അതും ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ പിച്ചുവെച്ച് തുടങ്ങിയ, സ്വപ്നങ്ങളിലേക്ക് പിച്ചുവെച്ച് തുടങ്ങിയ, നമ്മൾക്ക് അറിയുന്നത് പോലെ +2 വിദ്യാഭ്യാസമൊക്കെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസമാണ്. അതിനപ്പുറത്തേക്ക് അവർ വിരിച്ചെടുക്കുന്ന അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് കോളേജ് കാലഘട്ടം മുതലാണ്. അങ്ങനെ അവർ വിരിച്ചെടുത്ത അവരുടെ മെഡിക്കൽ സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടങ്ങി 2 മാസം മാത്രമാണ് ആകുന്നത്. അതിനു മുമ്പേ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പാതിയിൽ വെച്ചുകൊണ്ട് അവർക്ക് മടങ്ങേണ്ടി വന്നു. അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ വേണ്ടപ്പെട്ടവർക്ക് അവരുടെ വിയോഗം താങ്ങാനാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാൻ സാധിക്കുന്ന മണിക്കൂറുകളാണ്. എങ്ങനെ അവരെ ആശ്വസിപ്പിക്കും, അവരെങ്ങനെ കാര്യങ്ങൾ ധരിപ്പിക്കും എന്നൊന്നും നമുക്ക് വാക്കുകൾക്ക് പരിമിതികൾ ഉണ്ടാകുന്ന ചില നിമിഷങ്ങൾ, ചില സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുണ്ടാകുന്ന അകാല മരണങ്ങളാണ്. അത്തരത്തിൽ 5 നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടു പോയിരിക്കുന്നു. അവിടേക്ക് ഭൗതികദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത് ഇപ്പോൾ ആയുഷിൻ്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കുന്നു. ആയുഷിൻ്റെ ഭൗതികദേഹം അവിടെ എത്തിച്ചിട്ടുണ്ട്. മാതാപിതാക്കളൊക്കെ ഇനി വരാൻ ഇൻഡോറിലാണ്, അവർ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയുഷിനെ സംബന്ധിച്ച് നമ്മൾ ആയുഷിൻ്റെ വേറൊരു അങ്ങേറ്റവും നടുക്കുന്നൊരു ദൃശ്യം, അല്ലെങ്കിൽ വിങ്ങിലൂടെ നമുക്ക് മാത്രം ഇപ്പോൾ കാണാനാകുന്നൊരു സെൽഫി ഉണ്ട്. ആശുപത്രിക്ക് മുമ്പിൽ തൻ്റെ പ്രതീക്ഷകൾ മുളവയ്ക്കുന്ന ഇടത്ത്, ആ ക്യാമ്പസിൽ തൻ്റെ മാതാപിതാക്കളോടൊപ്പം ചേർത്ത് നിർത്തിയെടുത്തൊരു സെൽഫി. അത് ആയുഷിൻ്റെ ഈ ഭൗതികദേഹം കൂടി കാണുമ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് വല്ലാത്ത വിങ്ങലാകുന്നു. ശ്രീജിത്ത, തീർച്ചയായും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പഠനം അതുമാത്രം മതി തനിക്ക്. പുറത്ത് മുംബൈയിലൊരു മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അത് വേണ്ട, തനിക്ക് സ്വന്തം നാട്ടിൽ മതി. കാരണം എല്ലാ ആഴ്ചയും തോറും ഇവിടെ സ്വന്തം വീട്ടിലേക്ക് വരാം, കുടുംബ വീട്ടിലേക്ക് വരാം, വീട്ടുകാരെ കാണാം, നാട്ടുകാരെ കാണാം എന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ആയുഷിനെ ഇവിടെ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് ജിഷ്ണു എന്നാണ്. ജിഷ്ണു എന്ന് പറഞ്ഞാൽ മാത്രമേ ആയുഷിനെ അറിയുള്ളൂ. ആയുഷിൻ്റെ ചേച്ചിയെ ജിഷ എന്നും ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്. ആയുഷ് ഷാജി എന്നത് ഒഫീഷ്യൽ നെയിമാണ്, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിലുള്ള പേര് മാത്രമാണ്. പക്ഷേ ജിഷ്ണു സ്വന്തം ജിഷ്ണു. ആ പേരിനൊപ്പം ഡോക്ടർ എന്ന് കൂട്ടിച്ചേർക്കുന്നത് നാട്ടുകാരും വീട്ടുകാരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇൻഡോറിലായിരുന്നു പഠനം, ആദ്യഘട്ടത്തിലൊക്കെ പഠനമുണ്ടായിരുന്നു ഇൻഡോറിലായിരുന്നു. ശേഷം പഠനം പാലായിലേക്ക് മാറ്റി. പാലാ സ്കൂളിലെ ഒപ്പം പഠിച്ച സഹപാഠികളൊക്കെ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിച്ചേരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഏതാണ്ട് ഒപ്പം പഠിച്ച 5ഓളം വരുന്ന വിദ്യാർത്ഥികൾ, അവരുടെ അച്ഛനമ്മമാരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവരെല്ലാവരും വന്ന് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു കാഴ്ച അവർ അല്പസമയം മുമ്പാണ് അപ്പുറത്തേക്ക് മാറിയത്. അവരിവിടെ തന്നെ തുടരുകയാണ്. അങ്ങനെ വ്യക്തിബന്ധങ്ങൾ ഏറെ കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ നിന്ന് ഒരുപാട് ആവശ്യങ്ങളോടെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി പോയ ചെറുപ്പക്കാരൻ ചേതനയേറ്റ് അവൻ ഇവിടേക്ക് തന്നെ, ഈ നാട്ടിലേക്ക് തന്നെ, കാവാലമെന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി വരുന്ന ഒരു കാഴ്ച അല്പസമയത്തിനകം, നേരത്തെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ അല്പസമയത്തിനകം തന്നെ അവൻ്റെ അച്ഛനമ്മമാർ ഇവിടെ എത്തിച്ചേരും. ഒരു 4 മണിയോടുകൂടി, 4:30 മണിയോടുകൂടി എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അവർ തിരുവനന്തപുരത്ത് ഇൻഡോറിൽ നിന്ന് വിമാനം ഇറങ്ങിക്കഴിഞ്ഞു, ഇവിടേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു. അവരോട് പക്ഷേ മകൻ ഇങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞുപോയി, ഈ അപകടം മകൻ്റെ ജീവൻ കവർന്നു എന്നൊന്നും
അവരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരുടെ അച്ഛൻ്റെ സഹോദരിയും അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരന്മാരുമൊക്കെയാണ് ഈ കുടുംബ വീട്ടിലുള്ളത്. ഏറ്റവും ഇളയ സഹോദരനാണ് ഈ കുടുംബ വീട്ടിൽ താമസിക്കുന്നത്. മൃതദേഹം പക്ഷേ ഈ കുടുംബ വീട്ടിനോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് ചിതയൊരുക്കി സംസ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇന്ന് വൈകുന്നേരത്ത് കൊണ്ടുവരുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ആശങ്ക, മൃതദേഹം കൊണ്ടുവരുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചൊരു ആശങ്ക ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇന്ന് വൈകുന്നേരം എപ്പോൾ വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും അവിടുത്തെ പൊതുദർശനവും പൂർത്തിയായാൽ എപ്പോഴാണെങ്കിലും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം, പെട്ടെന്ന് തന്നെ കൊണ്ടുവരണമെന്നൊരു ആവശ്യം ബന്ധുക്കളൊക്കെ തന്നെയാണ് ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് തന്നെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തത്. മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത്ര സമയമെങ്കിലും അവൻ്റെ അച്ഛനമ്മമാർ എത്തുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ, യാഥാർത്ഥ്യം മകൻ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയണമെങ്കിൽ അത്ര സമയമെങ്കിലും ആ മകൻ്റെ ആ ചേതനയുടെ ശരീരത്തോടൊപ്പം അവസാനമായി അവർക്ക് കുറച്ച് സമയമെങ്കിലും ഇരിക്കാൻ കഴിയട്ടെ എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് തന്നെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ബന്ധുക്കൾ കടന്നതും. വീട്ടിലേക്ക് എത്തുന്ന ആയിഷിന്റെ മാതാപിതാക്കൾക്ക് ഈ മരണം ഉൾക്കൊള്ളാനാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനവർക്ക് സാധിക്കട്ടെ, അതിന് കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രം ആശിച്ചു പോകുന്ന നിമിഷങ്ങളാണെന്ന് കടന്നു പോകുന്നത്.